അപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങൾ, അതിൽ ഉണ്ടായിരിക്കുന്ന പുതിയ സംഭവവികാസങ്ങൾ, അതായിരിക്കും ആദ്യത്തെ സംസാരിക്കുന്ന വിഷയം. രണ്ട് യുദ്ധങ്ങളാണ് മുഴിച്ചു നിൽക്കുന്നത്. ഒന്ന് പലസ്തീൻ യുദ്ധം, ഇസ്രായേൽ ലെബനനെ ആക്രമിച്ചതിന് ശേഷം അതിന് ലെബനനിലേക്കുള്ള അതിൻ്റെ വ്യാപനം. മറ്റൊന്ന് സിറിയയിലെ ആഭ്യന്തര യുദ്ധം. പലസ്തീൻ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം ഗാസയിലും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും മറ്റും സയനിസ്റ്റ് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യ ഒരു മയവുമില്ലാതെ അതിശക്തമായ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തര ഗസയിൽ ഏതാണ്ട് 2 മാസത്തോളമായി തുടർച്ചയായ ആക്രമണങ്ങളും ഉപരോധവും മൂലം ഭക്ഷണവും മരുന്നുമൊന്നുമില്ലാതെ ജനങ്ങൾ വല്ലാതെ വലയുന്നുണ്ട്. ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന വീടുകൾക്ക് നേരെ ഉള്ള സയനിസ്റ്റുകളുടെ ബോംബാക്രമണവും അതുപോലെ അഭയാർത്ഥി ക്യാമ്പുകളിലെ ബോംബാക്രമണവും നിത്യേന എന്നോളം ധാരാളം ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളാണ്. കാരണം വീടുകൾക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത്. ഹമാസിൻ്റെ പുതിയ തുരങ്കങ്ങൾ കണ്ടെത്തി നശിപ്പിച്ചു എന്നൊക്കെ സയനിസ്റ്റ് പട്ടാളം അവകാശപ്പെടുമ്പോൾ തന്നെ അവർക്കെതിരെയുള്ള ഒളിപ്പോർ യുദ്ധവും ശക്തമായി അവിടെ തുടരുന്നതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ലെബനണിൽ ഒരു വെടിനിർത്തൽ കരാറിലൂടെ തൽക്കാലം ഒരു മാറ്റമുണ്ടായിട്ടുണ്ട്. ആ മാറ്റമെന്ന് പറയുന്നത് ഹിസ്ബുള്ള സയനിസ്റ്റുകൾ കൈയടക്കിയ പാലസ്തീനിൻ്റെ അവരുടെ സൈനിക താവളങ്ങൾക്കും മറ്റും നേരെ നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങൾ കുറച്ചൊക്കെ നിർത്തിവെച്ചിട്ടുണ്ട്. ചുരുങ്ങിയ വർഷം പ്രകടമായ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ സയനിസ്റ്റുകൾ ദക്ഷിണ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങൾ തുടരുന്നുമുണ്ട്. തുടർച്ചയായിട്ടുള്ള വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനങ്ങൾ സയനിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഹിസ്ബുള്ളയെ തുരത്തുന്നതിലും അതുപോലെ തന്നെ ഗാസയിലൊരു വെടിനിർത്തൽ നടപ്പാക്കാതെ ഇവിടെ അത് സാധ്യമാകില്ല എന്നുള്ള നിലപാടിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നതിലും സയനിസ്റ്റുകളും പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളും തൽക്കാലം വിജയിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് അവർക്കൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലെബനൻ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ സയനിസ്റ്റുകൾ അവകാശപ്പെട്ടതുപോലെയുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഹെസ്ബുള്ളയുടെ സൈനിക ശക്തിയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് നടന്നിട്ടില്ല. ഈ വെടിനിർത്തലിൻ്റെ ആ നിമിഷം വരെയും സയനിസ്റ്റ് കൈയടക്കിയ പ്രദേശങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും മറ്റും നടത്താനായിട്ട് ഹെസ്ബുള്ളയ്ക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഈ വെടിനിർത്തലിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ 2 കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഒന്ന്, ലെബനനിലെ ആഭ്യന്തര സാഹചര്യം. കാരണം ഹെസ്ബുള്ള എന്ന് പറയുന്നത് മുഖ്യമായിട്ടും ഷിയ മുസ്ലിങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു സംഘടനയാണ്. അത് കൂടുതലും ലെബനൻ്റെ ദക്ഷിണ ഭാഗത്താണ് അതിൻ്റെ ശക്തി കേന്ദ്രീകരണമുള്ളത്. അതേസമയം തന്നെ ലെബനനിൽ അല്ലാത്ത വിഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യൻ വിഭാഗമുണ്ട്. അതിൻ്റെ മേൽത്തട്ടാകട്ടെ കൃത്യമായിട്ടും പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതും അവരുടെ കൂലിപ്പട്ടാളമായി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്നതുമാണ്. ഈ ആഭ്യന്തരമായിട്ടുള്ള വേർതിരിവുകളെ പരമാവധി തീവ്രമാക്കി ലെബനനിലൊരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കി ഹെസ്ബുള്ളയെ ഒതുക്കാനായിട്ട് US സാമ്രാജ്യത്വം ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. പുതുതായിട്ട് അവിടെ വന്ന US അംബാസഡർ വളരെ പച്ചയായിട്ട് തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആഭ്യന്തര ഘടകം ഇങ്ങനൊരു വെടിനിർത്തലിലേക്ക് നീങ്ങാനായിട്ട് കാരണം സയനിസ്റ്റുകളുടെ ബോംബാക്രമണത്തിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമായിട്ടും ബെയ്റൂത്ത് നഗരത്തിലും അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് അവർ അത് നടത്തിയിട്ടുള്ളത്. ഹെസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ നശിപ്പിക്കുന്നു എന്നുള്ള അവകാശപ്പെട്ടുകൊണ്ടാണെങ്കിലും സാധാരണക്കാരായ ലെബനനീസ് ജനങ്ങളിൽ ഏതാണ്ട് 4000-ഓളം ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഹെസ്ബുള്ള കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, ഹെസ്ബുള്ളയെ കൈയൊഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല എന്ന തരത്തിലൊരു സന്ദേശം നൽകി ഒരു സമ്മർദ്ദം സൃഷ്ടിക്കാനായിട്ട് സയനിസ്റ്റുകൾ വളരെ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്.
ഞാൻ നേരത്തെ പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വം അതിൽ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഭ്യന്തരമായ ഘടകം ആയിരിക്കാം ഇങ്ങനൊരു വെടിനിർത്തലിനൊരു പ്രേരണയായിട്ട് വന്നിട്ടുണ്ടാകുന്നൊരു ഘടകം. മറ്റൊന്ന് ഇറാൻ്റെ സമ്മർദ്ദവും ആകാം. കാരണം അല്പം ക്ഷീണിതാവസ്ഥയിൽ തന്നെയാണ് ഇറാൻ ഉള്ളത്. പ്രതീക്ഷിച്ച പോലെ അത്രമാത്രം അതിന് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹെസ്ബുള്ളയും മറ്റുള്ള ശക്തികളും വഴി, അതിൻ്റെ ചെറുത്തുനിൽപ്പിൻ്റെ അച്ചുതണ്ട് വഴി. സയനിസ്റ്റുകൾ ഇറാനിൽ നടത്തിയിരിക്കുന്ന മിസൈൽ ആക്രമണവും മറ്റുമൊക്കെ തന്നെ അതിൻ്റെ പല തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള വാർത്തകൾ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഘടകങ്ങളായിരിക്കാം ഇത്തരത്തിലൊരു വെടിനിർത്തലിന് പങ്കുവച്ചിട്ടുണ്ടാവുക. ഹെസ്ബുള്ളയുടെ സൈനിക ശക്തി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഗസയിലെ വെടിനിർത്തലില്ലാതെ ഇവിടെ വെടിനിർത്തലില്ല എന്നുള്ള നിലപാടിൽ നിന്ന് തന്നെ പിന്മാറേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും സയനിസ്റ്റുകൾക്കൊരു നേട്ടവും അതിനെ എതിർക്കുന്ന ശക്തികൾക്കൊരു ക്ഷീണവും തന്നെയാണ്. ഗസയെ കുറച്ചുകൂടെ പലസ്തീനൻ ദേശീയ വിമോചന പോരാട്ടത്തെ കുറച്ച് ഒന്ന് ഒറ്റപ്പെടുത്തുന്നതിൽ ആ നീക്കം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. അതേസമയം ഹൂത്തികൾ അവരുടെ ആക്രമണങ്ങൾ തുടർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നൊരു പ്രധാന ഘടകം ഈ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് സ്വന്തം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതും വിഭാഗീയവും മതപരവുമായിട്ടുള്ള തലങ്ങളിൽ നിന്ന് മാറി ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വർഗരാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുജനങ്ങളെ ഐക്യപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നൊരു യുദ്ധത്തിന് മാത്രമേ ഏത് അക്രമത്തെയും ഏത് അടിച്ചമർത്തലിനെയും അതിജീവിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് മുമ്പിൽ അതിന് വഴങ്ങേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു മറ്റൊരു വശമാണ്, ഒരു മറുവശമാണ് നമ്മൾ സിറിയയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറിയയിൽ അസദ് ഭരണം അങ്ങേറ്റം സ്വേച്ഛാധിപത്യപരമായിട്ടൊരു ഭരണമായിരുന്നു. ബഷീർ അസദിൻ്റെ അച്ഛൻ്റെ കാലം മുതൽ, അതായത് 1970 മുതൽ ഏതാണ്ട് 50-ലേറെ വർഷമായിട്ട് തുടരുന്ന ഒരു കുടുംബ സ്വേച്ഛാധിപത്യ ഭരണമാണ് അവിടെ നിലനിന്നിരുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരെ അത് കൊന്നൊടുക്കിയിട്ടുണ്ട്, തടവിലാക്കിയിട്ടുണ്ട്, ഭീകരമായി മർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ജനങ്ങൾക്ക് ഇടയിൽ വല്ലാതെ ഒറ്റപ്പെട്ടിട്ടുമുണ്ട്. മറുവശത്ത് അത് മതപരമായ വിവേചനങ്ങളൊന്നും നടപ്പാക്കിയിരുന്നില്ല എങ്കിൽ തന്നെയും അലാവൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഈ അസദിൻ്റെ സാമൂഹ്യ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ചുരുക്കം, ഒരു പരിമിതി അതിന് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അസദ് ഭരണത്തോടുള്ള അസംതൃപ്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് രാജ്യങ്ങൾ, ഇറാഖിലും മറ്റൊക്കെ നടത്തിയ പോലെ ഒരു അട്ടിമറി നടത്താനാണ് അമേരിക്കൻ സാമ്രാജ്യത്വം പശ്ചിമ സാമ്രാജ്യത്വ ശക്തികൾ 2011 ശ്രമിച്ചത്. ജനങ്ങളുടെ അസംതൃപ്തി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വസന്തകാല കലാപങ്ങളെന്ന് പറഞ്ഞ് മറ്റ് അറബ് രാജ്യങ്ങളിൽ നടന്നതിൻ്റെ ഒരു തുടർച്ച ഇവിടെ നടത്താനാണ് ശ്രമിച്ചത്. ഒരു വലിയൊരു പരിധിവരെ അത് വികസിച്ച് വളർന്നു വന്നെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് അമേരിക്കൻ സാമ്രാജ്യത്വം തന്നെ സൃഷ്ടിച്ചു വിട്ട ഈസിസ് അതിനെ മുതലെടുത്തുകൊണ്ട് വലിയൊരു ഭൂപ്രദേശം കൈയടക്കി ഒരു വശത്ത്. മറുവശത്ത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും റഷ്യൻ സാമ്രാജ്യത്വം അതിലിടപെടുകയും അസദിന് പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ആ മുന്നേറ്റത്തിൻ്റെ പിന്തുണയോടുകൂടിയുള്ള മുന്നേറ്റത്തിന് തടയുകയും ചെയ്തു. അങ്ങനെയാണ് 2016 തൽക്കാലത്തേക്ക് അവിടുത്തെ ആഭ്യന്തര യുദ്ധമൊക്കെ നിർത്തി ഒരു ഉപരിവിപ്ലവമായിട്ടാണെങ്കിലും ഔപചാരികമായിട്ടാണെങ്കിലും ഒരു വെടിനിർത്തൽ അവസ്ഥയുണ്ടായത്. ആ വെടിനിർത്തലിനെ തുടർന്ന് പക്ഷേ അസദ് ഭരണത്തിന് മുഴുവൻ സിറിയയിലും അധികാരം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കിഴക്കൻ പ്രദേശങ്ങൾ കുർദുകളുടെ അധീനതയിലായിരുന്നു. കുർദുകളുടെ സൈന്യമായിട്ടുള്ള SDF, സിറിയൻ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന സൈന്യം, അതിൻ്റെ കുർദിഷ് ഘടകങ്ങൾ ലയിച്ചിട്ടാണ് ആ സൈന്യം രൂപീകരിച്ചത്. അതിൻ്റെ ഭരണമായിരുന്നു അവിടെ നടന്നത്. ഒരു സ്വയംഭരണ പ്രദേശമായിട്ട് നിലനിൽക്കുകയായിരുന്നു. ഇപ്പുറത്ത് ഈ ഹയാത്ത് തഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന സംഘടന, അതാകട്ടെ പഴയ അൽ-ഖൈദയിൽ നിന്ന് വന്നതാണ്. പിന്നീട് അൽ-ഖൈദയായിട്ടുള്ള അതിൻ്റെ ബന്ധം വേർപെടുത്തി ഒരു ഘട്ടത്തിൽ അമേരിക്കൻ സാമ്രാജ്യത്വം അതിനൊരു ഭീകരവാദ സംഘടനയായിട്ട് വിശേഷിപ്പിച്ചെങ്കിലും 2021 ആ വിശേഷണം ഒഴിവാക്കിയിരുന്നു. മൂന്നാമത് സിറിയൻ ദേശീയ സൈന്യം, സിറിയൻ നാഷണൽ ആർമി എന്ന് പറയുന്നതാണ്. അതാകട്ടെ ഈ പറയുന്ന 2011 പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടത്തിൽ സിറിയൻ സൈന്യത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വന്ന ഒരു വിഭാഗം രൂപീകരിച്ചൊരു സൈന്യമാണത്.
അതിന് തുർക്കിയുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വലിയൊരു പ്രദേശത്ത് അസാദിൻ്റെ ഭരണം ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ തന്നെ മറ്റു പല പ്രദേശങ്ങളും ഈ പറയുന്ന വിവിധ ശക്തികളുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ HTSൻ്റെയും അതുപോലെ തന്നെ സിറിയൻ നാഷണൽ ആർമിയുടെ SNAയുടെയും സംയുക്ത സൈന്യം സിറിയയുടെ വടക്കൻ ഭാഗത്ത് നിന്നും അതുപോലെ കുറച്ചൊക്കെ തെക്കൻ ഭാഗത്ത് നിന്നുമുള്ള ഒരു കടന്നാക്രമണം നടത്തിക്കൊണ്ട് അസദിൻ്റെ സൈന്യത്തിനെ തുരത്തി ഓടിക്കുകയും ഡമാസ്കസ് നഗരം പിടിച്ചെടുക്കുകയും ഒടുവിൽ അസദ് രാജ്യം വിട്ട് റഷ്യയിലേക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഭരണം ഇപ്പോൾ ഈ HTSൻ്റെയും SNAയുടെയും നിയന്ത്രണത്തിലുള്ള സംയുക്ത സംഘത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ നേരിട്ട് SDF പങ്കാളിയായിരുന്നില്ല. ഈ കുർദിഷ് വിഭാഗം നേരിട്ട് പങ്കാളിയായിരുന്നില്ലെങ്കിലും അസദിൻ്റെ ഭരണം അവസാനിക്കുന്നതിൽ അതും അതിൻ്റെ പിന്തുണയും സന്തോഷവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരു ജനാധിപത്യ സംവിധാനമാണ് വേണ്ടതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ SDFനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വശത്ത് കുർദിഷ് ദേശീയ താല്പര്യങ്ങളെ പ്രതികരിക്കുമ്പോൾ തന്നെ മറുവശത്ത് നീണ്ട കാലമായി ഇപ്പോൾ അത് അമേരിക്കൻ സാമ്രാജ്യത്വമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശക്തിയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വമാണ് അതിനു വേണ്ടിയുള്ള എല്ലാവിധ ഒത്താശകളും ചെയ്തുകൊണ്ടിരുന്നത്. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് ആ ബന്ധം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ തന്നെ വീണ്ടും ഇപ്പോൾ ഈ പുതിയ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വീണ്ടും അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അസദിൻ്റെ ഭരണം അവസാനിച്ചതോടുകൂടി ഇപ്പോൾ ഈ 3 ശക്തികൾ തമ്മിലുള്ള മത്സരമാണ് ഇനി വരാനവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു മത്സരം ഉണ്ടാവില്ല. സമാധാനപരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഭരണമായിരിക്കും വരിക. ജനാധിപത്യപരമായിരിക്കുമെന്നൊക്കെയാണ് HTSൻ്റെ തലവന്മാർ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിലും വടക്കൻ സിറിയയിൽ ഈ SNA എന്ന് പറയുന്ന വിഭാഗം, തുർക്കിയുടെ പിന്തുണയുള്ള SNA എന്ന് പറയുന്ന വിഭാഗം SDFൻ്റെ കുർദികളുടെ SDF നിയന്ത്രണത്തിലുള്ള ചില പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ കൈയടക്കിയിട്ടുണ്ട്. അവരെ ആക്രമിക്കുകയും അവരെ ഓടിച്ചു വിടുകയും കൈയടക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം അമേരിക്കയുടെ ഇടപെടലിലൂടെ മാത്രമാണ് വലിയ ആൾനഷ്ടമൊന്നുമില്ലാതെ SDFന് അവിടെ നിന്ന് പിൻവാങ്ങാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ആഭ്യന്തരമായ ഈ സംഘർഷം വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറകിൽ വിവിധ ശക്തികളാണ് നിൽക്കുന്നത്. ഇപ്പോൾ കുർദിഷ് SDF റൊജാവ പ്രദേശത്ത് അവർ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള സൈനിക സംഘങ്ങളും അതുപോലെ തന്നെ വളരെയേറെ പുരോഗമനപരമായ പല കാര്യങ്ങളൊക്കെ അവർ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ ആത്യന്തികമായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെ ആശ്രയിച്ചിട്ടാണ് സംഘടന നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് എന്താ പരിമിതി ഉണ്ടാവും. അതിൽ ബഹുഭൂരിപക്ഷവും ഒരു മറ്റത്യമായിട്ട് ചിന്തിക്കുന്നവരാകാമെങ്കിൽ തന്നെയും നേതൃത്വത്തിലൊരു വിഭാഗം ഈ പറയുന്ന അമേരിക്കൻ സാമ്രാജ്യത്തായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ആ നിർബന്ധങ്ങളെ തെറ്റിച്ചുകൊണ്ട് സ്വതന്ത്രമായി നീങ്ങാനായതിൻ്റെ സാധ്യത വളരെ പരിമിതമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന HTS നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ അമേരിക്ക അതിനെ ഒരു ഭീകരവാദ സംഘടന അല്ല എന്നുള്ളതിലേക്ക് വിശേഷിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. വിമോചന ശക്തിയായിട്ടൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. HTS ആയിട്ടൊരു ധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ കുർദുകളുടെ ഈ പറയുന്ന സൈനികമായിട്ടുള്ള സാന്നിധ്യത്തിന് ചിലപ്പോൾ ഇല്ലാതാക്കിയെന്ന് വരാം. ഒരു പക്ഷേ ഇറാഖിൽ സംഭവിച്ചതുപോലെ കുർദുകളുടെ ഒരു സ്വയംഭരണ പ്രദേശം അംഗീകരിച്ച് കൊടുക്കുകയും എന്നാൽ സൈനികമായിട്ടുള്ള അവരുടെ നിലനിൽപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തീർപ്പിലേക്ക് അത് എത്തിയെന്ന് വരാം. അതേസമയം തന്നെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം കുർദുകളുടെ സ്വയംഭരണ പ്രദേശം അവിടെ ഉണ്ടാകുക എന്നുള്ളത് അവർക്കൊരു തലവേദനയാണ്. കാരണം തുർക്കിഷ് ഭരണവർഗ്ഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നീണ്ടകാലമായിട്ടുള്ള അവരുടെ ദേശീയ അടിച്ചമർത്തലിൻ്റെ ഇരകളാണ് തുർക്കിയിലുള്ള കുർദുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറിയക്കകത്ത് ഒരു 30 കിലോമീറ്റർ വീതിയിലുള്ള ഒരു സുരക്ഷിത മേഖല സൃഷ്ടിക്കണമെന്നുള്ള നിർബന്ധമാണ് തുർക്കിയേക്കുള്ളത്. ഇപ്പുറത്ത് ഇസ്രായേലാകട്ടെ ഗോളാൻ കുന്നുകളെ കൈയടക്കിയതിന് ശേഷം അതിന് പുതിയ സാഹചര്യത്തിൽ അതിനെ വ്യാപിപ്പിച്ചിരിക്കുകയാണ്. സിറിയൻ സൈന്യത്തിൻ്റെ പഴയ സൈന്യത്തിൻ്റെ പല കേന്ദ്രങ്ങളും അതിപ്പോഴും ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നാവിക സൈന്യത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഗോളാൻ കുന്നിൽ എണ്ണശേഖരമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അത് കൈയടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തങ്ങളുടെ രാജ്യവ്യാപനം നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യവും ഇസ്രായേലിനുണ്ട്. ഞങ്ങൾ സൈനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് തുടർച്ചയായിട്ട് നിൽക്കാൻ പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്മാറുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ അങ്ങനെ പിന്മാറിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതാണ് അവിടെ ഉള്ള ഒരു കാര്യം. അവിടെ നമ്മൾ കാണുന്നത് ജനങ്ങളുടെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ മൗലികമായിട്ടുള്ള ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അണിനിരത്തിക്കൊണ്ട് അവരുടെ ശക്തി അവരുടെ ശേഷിയെ ആശ്രയിച്ചുകൊണ്ട് നടത്തുന്ന വിപ്ലവ യുദ്ധങ്ങൾക്ക് പകരം
എത്ര തന്നെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണെങ്കിൽ തന്നെയും ആത്യന്തികമായി പറയുന്ന ഏതെങ്കിലും ഒരു സാമ്രാജ്യത്വ ശക്തിയുടെ ഒരു പിന്തിരിപ്പൻ ശക്തിയെ ആശ്രയിച്ചുകൊണ്ട് നടത്തുന്ന യുദ്ധങ്ങളും അതിൻ്റെ കെടുതികളും അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പരിമിതികളുമാണ് അവിടെ നമ്മൾ കാണുന്ന കാര്യം. ഇതാണ് മധ്യേഷ്യയിലെ യുദ്ധങ്ങളെക്കുറിച്ച് തൽക്കാലം പറയാനുള്ളത്. ഇതിനിടയിൽ വേറെ ശ്രദ്ധേയമായൊരു കാര്യം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നടന്നു എന്ന് പറയുന്നത്, സായുധ സേനകളുടെ തലവൻ ജനറൽ അനിൽ ചൗഹാൻ, സായുധ സേനകളുടെ തലവൻ എന്ന് പറയുമ്പോൾ കര, വായു, നാവിക സേനകളുടെ എല്ലാത്തിൻ്റെയും തലവനായിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ അനിൽ ചൗഹാൻ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ഞാനതിൻ്റെ കൃത്യം വിവർത്തനമാണ് വായിക്കുന്നത്. ഭൂപടങ്ങളെക്കുറിച്ചുള്ള ഭിന്നധാരണകളാണ് തർക്കത്തിന് കാരണം. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കത്തിന് കാരണം. ഏത് ശരി ഏത് തെറ്റെന്ന് നമുക്ക് പറയാനാവില്ല. 1947 ശേഷം ഇന്ത്യയുടെ ഭൂപടം ചുരുങ്ങുകയല്ലേ എന്ന് ചോദ്യത്തിന് മറുപടിയായിട്ട് അനിൽ ചൗഹാൻ പറഞ്ഞത്, നമ്മൾ അതിർത്തിയുടെ മറുവശത്തായിരുന്നുവെങ്കിൽ നമ്മൾ കാരണം ഇങ്ങനെ സംഭവിക്കുന്നതായി ചൈനയ്ക്കും തോന്നാം. ഇതാണ് അങ്ങനെയായ സൈനിക തലവനാണ് ഈ പറയണമെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ അരുണാചൽ പ്രദേശത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറയുന്നത്. കാരണം അരുണാചൽ പ്രദേശ് തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാണെന്നാണ് ചൈന അവകാശപ്പെടുന്നത്. അതിപ്പോൾ ഇന്ത്യയുടെ ഭാഗമാണല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഇന്ത്യ ചൈന യുദ്ധം 1962 ഇന്ത്യ ചൈന യുദ്ധവും അതിന് ശേഷം നടന്നിരിക്കുന്ന വിവിധ സംഘർഷങ്ങൾക്കും സത്യത്തിൽ ഒരു അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വലിയ ദേശസ്നേഹത്തെക്കുറിച്ചും നമ്മുടെ ഒരു ഇഞ്ച് ഭൂമി വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാചകടിയെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ആയിരക്കണക്കിന് ആൾക്കാരെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള യുദ്ധങ്ങളിലേക്ക് വലിച്ചഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർത്തും അനാവശ്യമായിരുന്നു എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ സമ്മതിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്ന 1962 ശേഷം നെവിൽ മാക്സ്വെൽ എന്ന് പറയുന്നൊരു ബ്രിട്ടീഷ് മാധ്യമപ്രവർത്തകൻ, പത്രപ്രവർത്തകൻ, ഇന്ത്യാസ് ചൈന വാർ, ഇന്ത്യയുടെ ചൈന യുദ്ധം എന്ന പേരിലൊരു പുസ്തകത്തിൽ ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. ആ യുദ്ധത്തിന് ശേഷം എന്തുകൊണ്ട് യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന് പരാജയമുണ്ടായി എന്ന് പഠിക്കാനായിട്ട് നിയമിച്ചൊരു കമ്മീഷൻ, ഹെൻഡേഴ്സൺ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് കുറേ ഭാഗങ്ങൾ നെവിൽ മാക്സ്വെലിന് വായിക്കാൻ കഴിഞ്ഞിരുന്നു, കോപ്പി ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ പുസ്തകം തീരുന്നത്. അപ്പോൾ ആ പുസ്തകത്തിലും നെവിൽ മാക്സ്വെൽ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഈ പറയുന്ന ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സ്വമനസാല സ്വന്തം ഇഷ്ടപ്രകാരം കരുതിക്കൂട്ടി ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ് മക്മോഹൻ രേഖ എന്ന് പറയുന്ന സംഭവം. അല്ലാതെ അന്നത്തെ ചൈനീസ് ഭരണാധികാരികളുടെ അറിവോടെയോ ധാരണയോടു കൂടി അവരുടെ ഉഭയസമ്മതപ്രകാരമോ പരസ്പര ധാരണപ്രകാരമോ ഉണ്ടാക്കിയതൊന്നുമല്ല. ആ മക്മോഹൻ രേഖയാണ് അതിർത്തി എന്നും പറഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വന്ന എല്ലാ ഇന്ത്യൻ സർക്കാരുകളും കൊട്ടിഘോഷിക്കുന്നത്. അത് നെഹ്റു ആയാലും കൊള്ളാം, കോൺഗ്രസിൻ്റെ നെഹ്റു ആയാലും കൊള്ളാം, പിന്നീട് വന്നിരിക്കുന്ന വിവിധ ഭരണാധികാരികളായാലും കൊള്ളാം, ഇപ്പോഴത്തെ സംഘികളുടെ മോഡി ആയാലും കൊള്ളാം, എല്ലാവരെയും സംബന്ധിച്ചോളം ഈ മക്മോഹൻ ബ്രിട്ടീഷുകാർ സൃഷ്ടിച്ച ഈ കൃത്രിമമായിട്ടുള്ള അതിർത്തിയാണ് ഇന്ത്യയുടെ അതിർത്തിയായിട്ട് അവർ കൊട്ടിഘോഷിക്കുന്നത്. അപ്പോൾ ഈ അതിർത്തി വ്യക്തമല്ല, ഈ പറയുന്നത് അങ്ങനെ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അനിൽ ചൗഹാൻ തുറന്ന് സമ്മതിക്കുന്നത്, സൈനിക തലവൻ. അപ്പോൾ ഇത് പുതിയൊരു കാര്യമല്ല. സൈനികരുടെ തലപ്പത്ത് 1990കളിൽ അന്നത്തെ കരസേനാ മേധാവിയായിരുന്ന സുന്ദർജിയും ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വാസ്തവത്തിൽ ഈ 62 യുദ്ധം നടക്കുന്ന സമയത്ത് ഈ മക്മോഹൻ രേഖ എന്ന് പറയുന്നതിനേക്കാളും വടക്ക് കടന്ന് നിൽക്കുകയായിരുന്നു നമ്മൾ. അതായത് ഈ മക്മോഹൻ രേഖയാണ് യഥാർത്ഥ അതിർത്തി എന്ന് ധരിച്ചാൽ തന്നെയും അതിനും വടക്കായിരുന്നു നമ്മുടെ സൈനിക ക്യാമ്പുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ എന്ന് സുന്ദർജി തുറന്ന് പറഞ്ഞാണ് 90കളിൽ. അപ്പോൾ ആരെ അതിക്രമിച്ചു, ഏത് അതിർത്തി മറികടന്നു എന്നൊക്കെയുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം കിട്ടുന്നില്ല അവിടെ നമുക്ക്. ഇവിടെയാണോ തെറ്റ് അവിടെയാണോ തെറ്റ് എന്നുള്ള സംഭവത്തിൽ കൃത്യമായിട്ടും ഈ അതിർത്തി കടന്നു പോകുന്ന സംഭവം എങ്ങനെ വന്നു എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അത് നെഹ്റുവിൻ്റെ ആ കാലഘട്ടത്തിൽ ഫോർവേഡ് പോളിസി എന്ന് പറയുന്നതിൻ്റെ ഫലമായിരുന്നു. അത് ഈ പറയുന്ന സംഖ്യകളും കൂട്ടരൊക്കെ തന്നെ ഒച്ചപ്പാടും ബഹളവും കൂട്ടി രാജ്യദ്രോഹമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കോൺഗ്രസ്സുകാർ രാജ്യത്തിൻ്റെ താല്പര്യം കൈയൊഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വശത്ത് സാമ്രാജ്യത്വ നയത്തിൻ്റെ തുടർച്ച
ഉള്ള ദല്ലാൾ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ, ഇന്ത്യൻ ദല്ലാൾ ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾ, മറുവശത്ത് ഈ പറയുന്ന സംഘികളെ പോലെയുള്ള സങ്കുചിത ദേശീയ ശക്തികളുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം കൂടി ഒത്തുചേർന്നിട്ടാണ് ഈ 62 യുദ്ധത്തിന് നിമിത്തമാകുന്നത്. അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ സോഷ്യലിസ്റ്റ് ചൈന, അന്ന് മാവോസത്തുങ്ങൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, സോഷ്യലിസ്റ്റ് ചൈന തിരിച്ചടിച്ച് അവർ ആസാമിൻ്റെ നല്ലൊരു ഭൂപ്രദേശം വരെയും ഇങ്ങോട്ട് വന്നിരുന്നു. പക്ഷേ ഭൂമി കൈയടക്കാനല്ല അവർ വന്നത്. കാരണം വേണമെങ്കിൽ അന്ന് തന്നെ അവർക്ക് അരുണാചൽ പ്രദേശ് അവർ അവകാശപ്പെടുന്ന, അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാണെന്ന് അവകാശപ്പെടുന്ന അരുണാചൽ പ്രദേശ് കൈയടക്കി ഇതാ ഞങ്ങളുടെ ഭൂപ്രദേശങ്ങൾ ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നതോടെ നിലയുറപ്പിക്കാമായിരുന്നു. അതല്ല അവർ ചെയ്തത്. അവർ അതേപടി തന്നെ യുദ്ധം നിർത്തുകയും പിൻവാങ്ങുകയും കൈയടക്കിയ മുഴുവൻ പ്രദേശങ്ങളും തിരിച്ച് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് വീണ്ടും ഈ പ്രശ്നം സമാധാനപരമായി തീർക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾ അതിന് തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് സംഘികൾ നിയമിച്ച ഒരു സൈനിക തലവനാണ്. ഈ അഭിമുഖ സംഭാഷണം നടത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ ജമ്മു കാശ്മീർ ഗവർണറായിട്ടുള്ള, വീണ്ടും സംഘികളുടെ സ്വന്തക്കാരനായിട്ടുള്ള ആളാണ് ഈ അഭിമുഖം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അധ്യക്ഷനായിട്ട് ഇരുന്നത് ഇന്ത്യയുടെ മുൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ശ്യാം ശരണാണ്. എന്ന് പറയുമ്പോൾ ഭരണവർഗ്ഗങ്ങളുടെ ഏറ്റവും മേൽത്തട്ടിലുള്ള ആൾക്കാർ അവർ ഒത്തുകൂടിയിട്ടാണ് ഈ അഭിമുഖം നടത്തിയിരിക്കുന്നത്. അപ്പോൾ യാദൃശ്ചികമായിട്ട് നടത്തിയൊരു കാര്യമല്ല എന്ന് വ്യക്തം. ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി, അതിനൊരു അവസരം ഒരുക്കാൻ വേണ്ടി നടത്തിയൊരു അഭിമുഖമാണത്. കൃത്യമായിട്ടും അതാണ് ഈ പറയുന്ന സൈനിക തലവനോട് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്? യാതൊരു സംശയവും വേണ്ട, പൊതുജനാഭിപ്രായം ഒരുക്കിയെടുക്കാനായിട്ടുള്ള ശ്രമമാണ്. കാരണം സംഘികൾ ഇന്ത്യയുടെ മഹത്വത്തെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും 4ാം ശക്തിയാണ്, 3ാം ശക്തിയാണെന്നൊക്കെ പറഞ്ഞ വലിയ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ചൈനീസ് സാമ്രാജ്യത്വത്തിൻ്റെ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് നല്ല ബോധ്യമുണ്ട് ഒരു വശത്ത്. മറുവശത്ത് അമേരിക്കൻ സാമ്രാജ്യത്തായിട്ട് കൂട്ടുകൂടിക്കൊണ്ട് ചൈനീസ് സാമ്രാജ്യത്വത്തിൻ്റെ വ്യാപനത്തിന് തടയാനായിട്ടുള്ള അതിലൊരു കരുവാകാനായിട്ട് ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിലും, മോഡി സർക്കാർ തയ്യാറാകുന്നുണ്ടെങ്കിലും, ഒരു പരിധിക്കപ്പുറം അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വം രംഗത്ത് വന്നോളില്ല എന്നൊരു സംശയവും ആശങ്കയും അവർക്കുണ്ട്. കാരണം പൊതുവിൽ ഇന്നത്തെ അവസ്ഥയിൽ അമേരിക്കൻ സാമ്രാജ്യത്വം നേരിട്ടൊരു മുട്ടൽ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാണ്. സമ്മർദ്ദം ചെലുത്താൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ചൈനയ്ക്ക് നേരിട്ട് മുട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പോകാവുന്നതിനൊരു പരിധിയുണ്ട്. അതാണ് ചൈനീസ് സാമ്രാജ്യത്വത്തിൻ്റെ ബോധപൂർവമായിട്ടുള്ള ആക്രമണങ്ങളുടെ ഫലമായി കുറേ ഭൂപ്രദേശങ്ങൾ അവർ കൈയടയ്ക്കുകയും പരമ്പരാഗതമായിട്ട് അവിടെ അവരുടെ യാക്കും മറ്റുമൊക്കെ തന്നെ മേയാൻ കൊണ്ടുവരുന്ന ലഡാക്കി ജനങ്ങളെ അവിടുന്ന് ഓടിച്ചു വിടുകയൊക്കെ ചെയ്തിട്ട് പോലും അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇവർ നുണ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴാകട്ടെ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 2 സൈന്യങ്ങളും പിന്മാറിയെന്നാണ് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചും സംശയങ്ങൾ ഉന്നയിക്കുന്ന ലേഖനങ്ങൾ, അതും തലപ്പത്തുള്ള ആൾക്കാർ, മുൻപ് ചൈനയിൽ അംബാസഡർ ആയിരുന്ന ഒരാൾ എന്നു മുതലായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ അതിനെക്കുറിച്ച് സംശയങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന പോലെ തന്നെയാണോ കാര്യങ്ങൾ നടന്നിരിക്കുന്നത്? നമ്മളുടെ ലഡാക്കിലെ ജനങ്ങൾക്ക് പണ്ടത്തെ പോലെ അവരുടെ മൃഗങ്ങളെ മേയിക്കാനും മറ്റൊക്കെ ആയിട്ടവിടെ പോകാൻ കഴിയുന്നുണ്ടോ? പണ്ട് ഉപയോഗിച്ചിരുന്ന വാക്കുകൾ, ചൈനീസ് സൈന്യം ഇങ്ങോട്ട് അതിക്രമിച്ച് കയറി എന്ന് ഉപയോഗിക്കുന്ന ആ വാക്ക്, അതിക്രമിച്ച് കയറി എന്നുള്ള വാക്കിന് പകരം 2 സൈന്യങ്ങളും തമ്മിൽ ഒരസൽ നടന്ന പ്രദേശം എന്നൊക്കെയുള്ളൊരു വാക്ക് മാറ്റങ്ങളൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊന്ന് മയപ്പെടുത്തി അവതരിപ്പിക്കാനായിട്ട് മോഡി ഭരണം വളരെ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് എന്നാണത് കാണിക്കുന്നത്. അതിൻ്റെ ഒരു സാഹചര്യം ഇതാണ്. ഞാനിത് പറഞ്ഞു വരുന്ന പ്രശ്നം, ഒരു വശത്ത് ഈ അതിർത്തി എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സൃഷ്ടിച്ചൊരു കൽപ്പിതമായൊരു സാധനമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ അത് കൂടി ആലോചിച്ച് സമാധാനപരമായിട്ടൊരു ധാരണയിലെത്താവുന്നൊരു കാര്യം മാത്രമാണ്. അതൊരു വശത്ത്. അന്നത് ചെയ്യാമായിരുന്നു. ചൈനയിൽ സോഷ്യലിസ്റ്റ് ഭരണകൂടം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ പല ആവർത്തി അതിന് ശ്രമിച്ചതാണ്, ചെയ്യാമായിരുന്നു. ഇന്നാകട്ടെ ചൈന ഒരു സാമ്രാജ്യത്വ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സാമ്രാജ്യത്വ താല്പര്യങ്ങളോട് കൂടിയാണ് നീങ്ങുന്നത്. അതിലൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ മേൽക്കോയ്മയെ, ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങളുടെ ഭരണകൂടത്തിൻ്റെ മേൽക്കോയ്മയെ ഒതുക്കുക എന്നുള്ളത് എൻ്റെ ഒരു താല്പര്യമാണ്. അതിൽ കുറേയൊക്കെ അത് വിജയിച്ചിട്ടുണ്ട്. മിക്കവാറും ഇന്ത്യക്ക് ചുറ്റുമുള്ള പല അയൽ രാജ്യങ്ങളിലും ചൈനീസ് സാമ്രാജ്യത്തെ അതിൻ്റെ പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു പടി കൂടി മുന്നോട്ട് കടത്താൻ വേണ്ടി തന്നെയായിരുന്നു അവർ ഈ അതിർത്തിയിൽ അതിക്രമം നടത്തിയത്. മുമ്പ്
ഇന്ത്യൻ ഭരണകൂടം അങ്ങോട്ട് അതിക്രമിച്ച് കയറിയതിന് ഒരു പാഠം പഠിപ്പിക്കാനായിട്ടാണ് ഇങ്ങോട്ട് ആക്രമിച്ചതെങ്കിൽ ഇന്ന് അതല്ലായിരുന്നു അവസ്ഥ, നേരെ തിരിച്ചാണ്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് അത് അനുഭവിച്ചുകൊണ്ട് എന്നാൽ തന്നെ ഒന്നും നടന്നില്ല എന്നും പറഞ്ഞ് വെള്ളപൂശി കാണിക്കാനാണ് ഈ വലിയ ദേശാഭിമാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സംഘികൾ ചെയ്യുന്നത്. കാരണം ആത്യന്തികമായിട്ടൊരു ദല്ലാൾ ഭരണവർഗത്തിൻ്റെ പ്രതിനിധികളാണ് അവർ. അപ്പോൾ ആ നിലയ്ക്ക് അവരുടെ ദേശസ്നേഹം എന്ന് പറയുന്നത് സ്വന്തം വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തായിട്ട് ഒട്ടി നിൽക്കുന്ന സ്വന്തം വർഗത്തിൻ്റെ താല്പര്യങ്ങളെ സേവിക്കുന്നതിനപ്പുറം പോകില്ല. ഈ സംഘർഷങ്ങളൊക്കെ ഉണ്ടായതിനിടയിൽ നിരവധി ഇന്ത്യൻ സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുകയും ലഡാക്കിലെ ജനങ്ങളുടെ നിത്യ ജീവിതത്തിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ തന്നെ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്കൊരു കുറവുണ്ടായില്ല എന്ന് ശ്രദ്ധിക്കണം. ചൈനയുമായിട്ടുള്ള ഇടപാടുകൾക്ക്, വ്യാവസായിക ഇടപാടുകൾക്ക്, ഉദാഹരണത്തിന് ഇന്ത്യൻ കമ്പനികൾ ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നടക്കുന്നത് ചൈനയിലാണ്. കാരണം കുറഞ്ഞ വിലയ്ക്ക് അത് അവിടെ നിർമ്മിക്കാൻ കഴിയുന്നുണ്ട്. മരുന്നുൽപ്പാദനത്തിൻ്റെ കാര്യമായാലും ശരി, മറ്റുള്ള പല കാര്യങ്ങളായാലും ശരി, കൃത്യമായിട്ടും ചൈനയിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കാരണം അവിടെ ഈ പറയുന്ന ദല്ലാൾ വർഗ്ഗങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജ്യവും ദേശവും എന്നല്ല അവർക്ക് താല്പര്യം, ലാഭമാണ്. അപ്പോൾ അതിന് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുമ്പോൾ തന്നെയാണ് മോഡി സർക്കാർ ഇപ്പുറത്ത് ഇങ്ങനെ ചില ധാരണകളിൽ ഏർപ്പെടുന്നത്. അതിൻ്റെ സാഹചര്യം ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇടയ്ക്ക് നാബാർഡിൻ്റെ ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പുതിയ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ 2021-22 കാലഘട്ടത്തിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ചും കാർഷിക മേഖലയിലുള്ള ജനങ്ങളുടെ, നാട്ടിൻപുറത്തുള്ള ജനങ്ങളുടെയും നഗരങ്ങളിലെ ആൾക്കാരുടെയും കുറിച്ചൊക്കെ അവരുടെ ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച്, ധനകാര്യ സ്ഥാപനങ്ങളായിട്ടുള്ള ബന്ധം, കടമെടുപ്പ്, പ്രത്യേകം കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ അതിൽ ശ്രദ്ധേയമായ ചില കണക്കുകൾ ഞാൻ പറയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കുടുംബങ്ങളിൽ 35% മാത്രമേ എന്തെങ്കിലും സമ്പാദ്യമുള്ളൂ. എന്നുവെച്ചാൽ 65% കുടുംബങ്ങൾക്കും സമ്പാദ്യമില്ല. അഖിലേന്ത്യാ തലത്തിലുള്ള കടമെടുത്തിട്ടുള്ള ഓരോ കുടുംബത്തിൻ്റെ ശരാശരി കടം അഖിലേന്ത്യാ തലത്തിൽ 1 ലക്ഷത്തിന് ഏതാണ്ട് അടുത്ത് വരും. കേരളത്തിൽ അത് 2 ലക്ഷമാണ്. അഖിലേന്ത്യാ തലത്തിൽ കടമെടുത്തിരിക്കുന്ന കുടുംബങ്ങൾ, മൊത്തം കുടുംബങ്ങളുടെ ഏതാണ്ട് 52% വരും. കേരളത്തിലത് 61%. ഇനി മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങൾ, മണപ്പുറം, മുത്തൂറ്റ് മുതലായിട്ട് ഇമാതിരിയുള്ള സ്ഥാപനങ്ങൾ, അവരുമായിട്ടുള്ള കടമിടപാടുകളുടെ കാര്യത്തിൽ അഖിലേന്ത്യാ തലത്തിലത് 28% കേരളത്തിലത് 45%. എന്ന് പറയുമ്പോൾ അതിഭീകരമായ കടബാധ്യതയിൽ കഴിയുന്ന, സമ്പാദിക്കാൻ കഴിയാതെ കഷ്ടിച്ച് ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജപ്തി ഇന്നൊരു നിത്യസംഭവമായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിത്യസംഭവം ആകണേ എന്നുള്ളതും ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനമായിട്ട് ഈ പള്ളികളുടെ അടിയിൽ തൃശ്ശൂലമുണ്ട് അല്ലെങ്കിൽ ശിവലിംഗമുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ടും സർവേ നടത്താനായിട്ടൊക്കെയുള്ള കൊണ്ടുപിടിച്ച് നടക്കുന്ന ശ്രമങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വർഗീയ ആക്രമണങ്ങളും. ഇപ്പോൾ ഉത്തർപ്രദേശിലെ സംഭാലിൽ വർഗീയ ലഹളയല്ല, ഒരു ആക്രമണമായിരുന്നു. കാരണം സർവേ നടത്താനായിട്ട് കോടതി ഉത്തരവിടുന്നു. ആ സർവേക്ക് വരുന്ന സംഘം ഇതിനോടൊപ്പം തന്നെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികളും കൂട്ടുകൂടുന്നു. അവരൊന്നിച്ച് കയറുന്നു. അതും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, അവരുടെ മതപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അപ്പോൾ പരമാവധി പ്രകോപനമുണ്ടാക്കുന്ന രീതിയിലാണ് സർവേ നടത്തുന്നത്. അല്ലാതെ വെറുതെ വന്ന് അന്വേഷിച്ച് പോവുകയല്ല ചെയ്യുന്നത്. ആ പ്രകോപനമാണ് അവിടെ ഈ പറയുന്ന ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കും പോലീസിൻ്റെ വെടിവെപ്പിലേക്കും നയിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊരു വർഗീയ ആക്രമണമായിരുന്നത്, ലഹളയല്ല. അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ പള്ളികളുടെ അടിയിൽ തൃശ്ശൂലവും മറ്റുമൊക്കെ തെരഞ്ഞു പിടിക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഒരു വശത്ത് മോഹൻ ഭഗവത്ത് അങ്ങനെ എല്ലാ പള്ളിയുടെയും കീഴിൽ തൃശ്ശൂലം തേടി നടക്കലല്ല നമ്മുടെ പണിയെന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ആൾക്കാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പല പല പേരുകളിൽ, RSS എന്നുള്ള പേരിലല്ല, പല പല പേരുകളാണ് ചെയ്യുന്നതെന്ന് മാത്രം. പക്ഷേ RSS ആയിട്ട് നേരിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും എന്നത് വളരെ വ്യക്തവുമാണ്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ്? കോടതികളുടെ ഉത്തരവ് പ്രകാരമാണ് സർവേ നടക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് 91 ഇവിടെ ഒരു നിയമം പാസ്സാക്കിയിരുന്നു, ആരാധനാലയങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ചിട്ടുള്ള നിയമം. ആരാധനാലയങ്ങളെ, ഒരു മതത്തിൻ്റെയും ആരാധനാലയങ്ങളെ അങ്ങനെ
ഇനി പരിവർത്തനപ്പെടുത്താൻ പാടില്ല, 47 ശേഷമുള്ളത് എന്താണോ 47 വരെ ഉള്ള സമയത്ത് എന്താണോ ഉണ്ടായത് അതേപടി നിലനിർത്തണം എന്നൊക്കെയാണ് നിയമം പറയുന്നത്. പക്ഷെ ആ നിയമം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കാശിയിലെ ഗിയാൻവാബിയിൽ പള്ളിയുടെ അടിയിൽ പോയി തിരഞ്ഞ് അവിടെ തൃശ്ശൂലമുണ്ട് അതുകൊണ്ട് കണ്ടുപിടിച്ചത്. അതിന് അലഹാബാദ് ഹൈക്കോടതി മാത്രമല്ല സുപ്രീം കോടതിയും കൂട്ടുനിന്നു. ഇപ്പോൾ അടുത്തിടയ്ക്ക് വിരമിച്ചു പോയ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് അതിന് ഒത്താശ ചെയ്തു കൊടുത്തത്. അപ്പോൾ ജുഡീഷ്യറിയുടെ പച്ചക്കൊടിയോടുകൂടിയാണ് ഈ ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിഷയം ഇങ്ങനെ ഏതെങ്കിലും പള്ളിയുടെ കീഴെ അവശിഷ്ടങ്ങൾ വല്ലതുണ്ടോ, തൃശ്ശൂലോ ഉണ്ടോ, ലിംഗമുണ്ടോ, ശിവലിംഗമുണ്ടോ എന്നല്ല പ്രശ്നം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നുപോയ സംഭവങ്ങൾക്ക് ഇന്ന് ഒരു പ്രതിവിധി ഉണ്ടാക്കുന്നത് അതിനെ തിരിച്ചിട്ട് കൊണ്ടല്ല, അസാധ്യമായ കാര്യമാണ്. കാരണം അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന എന്തായിരുന്നു എന്നുള്ളതിലേക്ക് പോകേണ്ടി വരും. ഇപ്പം നമ്മൾ ഈ പറയുന്ന ത്രിമൂർത്തികൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് മിഥ്യകൾ, ബിംബങ്ങൾ, ബിംബാരാധന, ഈ കാര്യങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത് ബുദ്ധമതത്തിൽ നിന്നാണ്. അല്ലാതെ ആദ്യം ഉണ്ടായിരുന്ന വേദ ബ്രാഹ്മണ മതത്തിലുണ്ടായിരുന്ന കാര്യങ്ങളല്ല അത്. ഈ പറയുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ഒരു കാലത്ത് ബൗദ്ധ ജൈന ക്ഷേത്രങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ തിരിച്ച് അങ്ങോട്ടല്ലേ പോകേണ്ടത്. അപ്പം പൊളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അത് തന്നെ ഈ ബൗദ്ധ ജൈനൊക്കെ വരുന്നതിന് തന്നെ അതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ആദിവാസി ജനങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ശബരിമലയിലൊക്കെ പോലെ തന്നെ. അപ്പോൾ തിരിച്ച് അങ്ങോട്ടല്ലേ പോകേണ്ടത്. അപ്പോൾ ഇതിനൊരു അവസാനമില്ല. ഇങ്ങനെ ചരിത്രത്തിനെ നമ്മൾ ആദ്യം ആര് എന്നുള്ളത് എനിക്ക് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അതിന് അവസാനമില്ല. അത് അർത്ഥശൂന്യമായൊരു കാര്യമാണത്. അത് കൃത്യമായിട്ടും ബ്രാഹ്മണ്യ ഹിന്ദുത്വ ഫാസിസത്തിൻ്റെ ആ ഒരു അന്തരീക്ഷം ഉറപ്പിച്ചെടുക്കാനായിട്ടും മുസ്ലിം ന്യൂനപക്ഷത്തിനെ പരമാവധി ആക്രമിച്ച് ഒതുക്കാനുമായിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണത്. അതിൽ കോടതി ആയാലും കൊള്ളാം, സർക്കാരായാലും കൊള്ളാം, എല്ലാവരും അതിന് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നത്. അപ്പോൾ ഇത്തരം ശക്തികളെ ആശ്രയിച്ചുകൊണ്ടല്ല ഇത് പ്രതിരോധിക്കാൻ കഴിയുക. ജനങ്ങൾ സംഘടിക്കുകയും ഇതിനെ ചെറുക്കാനായിട്ട് സന്നദ്ധമാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിനൊരു അറുതി ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ടും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ കീഴെ എന്തുണ്ടായിരുന്നു എന്ന് അന്വേഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവിടെ എന്താണോ ഉണ്ടായിരുന്നത് അവിടെ ഉണ്ടാകട്ടെ. ഇനി ആരെങ്കിലും പൊളിച്ചിട്ടാണോ പണിതെങ്കിൽ ആയിക്കോട്ടെ, അത് പണ്ടെങ്ങാണ്ട് പൊളിച്ച് പണിത് അത് കഴിഞ്ഞു അവിടെ തോന്നിയിട്ട്. അല്ലാതെ ആ പഴയ കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാനായിട്ടുള്ള നീക്കം ഒരു അർത്ഥത്തിലും ന്യായീകരിക്കാവുന്നൊരു കാര്യമല്ല, എല്ലാ വിധത്തിലും ശക്തമായിട്ട് എതിർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ടിന്ന് ഈ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും കാണാം.